പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിലവിലുള്ള വികാരവും ദേശീയതയും പ്രതിഫലിപ്പിക്കുന്നതിനായി മൈസൂർ പാക്ക് എന്ന പേര് മൈസൂർ ശ്രീ എന്ന് പുനർനാമകരണപ്പെട്ടു. ഹൈദരാബാദിലെ കറാച്ചി ബേക്കറി ഒരു കൂട്ടം ആളുകൾ നശിപ്പിക്കുകയും കടയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്ത സംഭവങ്ങളും അരങ്ങേറി. എന്നാൽ നമ്മളുടെ ഒക്കെ പ്രിയപ്പെട്ട ഇന്ത്യൻ പലഹാരത്തിന്റെ പേരിലുള്ള ഈ പാക് എന്ന വാക്കിന് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കർണാടകയിലെ മൈസൂരുവിൽ നിന്നാണ് ഈ മധുര പലഹാരം ഉത്ഭവിച്ചത് എന്നതിനാലാണ് ഇതിനെ മൈസൂർ പാക്ക് എന്ന് വിളിക്കുന്നത്. കന്നഡയിലെ പാക്ക എന്ന പദത്തിൽ നിന്നാണ് പാക് എന്ന പദം ഉരുത്തിരിഞ്ഞത്. ഇത് ഭക്ഷണം ചൂടാക്കിയോ ബേക്കിംഗ് ചെയ്തോ വറുക്കുന്നതോ എന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കന്നഡയിൽ പാക്ക എന്നത് പഞ്ചസാരയും തുല്യ അളവിൽ വെള്ളവും ചേർത്ത് തിളപ്പിക്കുമ്പോൾ ലഭിക്കുന്ന പഞ്ചസാര ലായനിയെയും പറയും. മൈസൂരു വാഡിയാർ രാജവംശത്തിലെ കൃഷ്ണരാജ വാഡിയാർ 4-ാമന്റെ ഭരണത്തിന് കീഴിലായിരുന്ന കാലത്താണ് ഈ മധുര പലഹാരം ഉത്ഭവിച്ചത്. 1902 മുതൽ 1940 വരെ ഭരണം നടത്തിയ കൃഷ്ണരാജ വാഡിയാർ നിരവധി പരിഷ്കാരങ്ങൾക്കും വികസനത്തിനും പേരുകേട്ട ഭരണാധികാരിയായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ രാജഭരണകാലത്ത് വൈദ്യുതി ലഭിച്ച ആദ്യത്തെ ഏഷ്യൻ നഗരമായിരുന്നു ബാംഗ്ലൂർ. ദർശനാത്മകമായൊരു രാജാവ് എന്നതിലുപരി കൃഷ്ണരാജ വാഡിയാർ ഒരു ഭക്ഷണപ്രിയൻ കൂടിയായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന അംബാവിലാസ് കൊട്ടാരത്തിൽ കാക്കസൂര മാടപ്പ എന്ന രാജകീയ പാചകക്കാരനായിരുന്നു. ഒരു വലിയ അടുക്കളയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ കടലമാവ്, നെയ്യ്, പഞ്ചസാര എന്നിവ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാടപ്പ മൈസൂർ പാക്ക് കണ്ടുപിടിച്ചത്. മധുരം രുചിച്ചപ്പോൾ കൃഷ്ണരാജ വാഡിയാർ രാജാവ് സന്തോഷമായി. അദ്ദേഹം ഇതിന്റെ പേര് ചോദിച്ചു. എന്നാൽ മാടപ്പ നിശബ്ദനായി നിന്നപ്പോൾ താൻ ഭരിച്ചിരുന്ന നഗരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജാവ് ആ മധുര പലഹാരത്തിന് മൈസൂർ പാക്ക് എന്ന് പേരിട്ടു എന്നതാണ് ചരിത്രം. നെയ്യും കടലമാവും പഞ്ചസാരയും എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മധുര പലഹാരം മാത്രമാണ് ഈ മൈസൂർ പാക്ക്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.